നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാവുനേരം അടുത്തെന്ന ഭീതി ഖമനേയിയെ വേട്ടയാടുന്നു. അമേരിക്ക യുദ്ധക്കളത്തിൽ ഇറങ്ങിയതോടെ ഇനി തനിക്ക് ആയുസ്സില്ലെന്ന് പരമോന്നത നേതാവിന്റെ വിധിയെഴുത്ത്. ടണലിൽ ചില നിർണായക നീക്കങ്ങളിലേക്ക് ഇറാൻ പരമോന്നത നേതാവ് കടന്നിരിക്കുന്നു. റവല്യൂഷണറി ഗാർഡിന് പരമാധികാരം കൊടുത്തതിനു പിന്നാലെ തന്റെ പിൻഗാമികളുടെ പട്ടിക ഖമനേയി മുന്നോട്ട് വെച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതായത് മരണഭയം തുടങ്ങിയിരിക്കുന്നു ഖമനേയിക്ക്. യുഎസോ ഇസ്രയേലോ തന്നെ തീർക്കുന്നതിന് മുൻപേ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കം. ഇസ്രയേൽ US മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിലെ ചില സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങളിലാണ് പിൻഗാമി സാധ്യതാ പട്ടിക പുറത്തായത് എന്നാണ് വിവരങ്ങൾ. ഇസ്രയേലിന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഖമനേയി നിലവിൽ സുരക്ഷിത കേന്ദ്രത്തിലാണെന്നാണ് സൂചന. ഇവിടെ നിന്നാണ് പിൻഗാമി സാധ്യതാ പട്ടിക ഖമനേയി മുന്നോട്ട് വെച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇറാനിലെ 3 മുതിർന്ന പുരോഹിതന്മാരെയാണ് ഖമനേയി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നും വിവരമുണ്ട്. ഖമനേയിയുടെ മകൻ മൊജ്തബ ഖമനേയിയെ പിൻഗാമിയായി പ്രഖ്യാപിക്കുമെന്ന് ചില വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ മകനെ പിൻഗാമിയായി ഖമനേയി പരിഗണിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുകൂടാതെ യുദ്ധത്തിൽ നിലവിലെ സൈനിക നേതൃത്വത്തിന് ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന വിധം ഉദ്യോഗസ്ഥരുടെ പേരുകളും ഖമനേയി നിർദ്ദേശിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിൽ പുതിയ ആത്മീയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് മാസങ്ങൾ നീണ്ട പ്രക്രിയയിലൂടെയാണ്. എന്നാൽ തന്നെ ഇസ്രയേലോ യുഎസോ ആക്രമണത്തിലൂടെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഉടനെ തന്നെ പുതിയ ആത്മീയ നേതാവിനെ തെരഞ്ഞെടുക്കണമെന്നാണ് ഖമനേയി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് പരമ്പരാഗത രീതിയിലുള്ള എല്ലാ ചടങ്ങുകളും മാറ്റിവെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുത്ത ആയത്തുള്ളയെ കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കണമെന്ന്. ഗാസ ആക്രമണ സമയത്ത് ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെ ഇസ്രയേൽ തിരിച്ചടിച്ചതും ഖമനേയി ഒളിവിൽ പോയിരുന്നു. അന്ന് ഖമനേയി മരണപ്പെട്ടുവെന്നും കോമയിലാണെന്നുമുള്ള വാർത്തകൾ പരന്നു. മകൻ മൊജ്തബ ഖമനേയിയെ പുതിയ ആയത്തുള്ളയാക്കിയെന്നും രഹസ്യമായി ചടങ്ങുകൾ കഴിഞ്ഞുവെന്നും വരെ വാർത്തകൾ വന്നു. മാത്രമല്ല മൊജ്തബ ആയത്തുള്ള വേഷം ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഖമനേയി തയ്യാറാക്കിയ പട്ടികയിൽ മൊജ്തബയുടെ പേരില്ല. പകരം മറ്റു 3 പേരുകളാണ്. അതായത് പരമോന്നതൻ സ്വന്തം മകനെ സേഫ് ആക്കിയിരിക്കുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ IRGC തലവന്മാരെല്ലാം വീണു. അമേരിക്ക ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് ഖമനേയിയാണ്. അടുത്ത ഖമനേയിയായിട്ട് മകനെ പ്രതിഷ്ഠിച്ചാൽ മകന്റെ തല ചിതറുമെന്ന് അലി ഖമനേയി ഭയക്കുന്നു. അതുകൊണ്ട് മകനെ രക്ഷിച്ചാണ് പരമോന്നതന്റെ കളി. ഖമനേയിയെ ഭയപ്പെടുത്തുന്നത് അമേരിക്കൻ വേട്ടപ്പട്ടികൾ IS തലവൻ ബാഗ്ദാദിയെ കടിച്ചു കീറിയ ഓർമ്മയായിരിക്കും. മകനെയും അതുപോലെ അമേരിക്ക കടിച്ചു കീറുമോ എന്ന്. മാത്രമല്ല ഖമനേയി മുൻപ് അമേരിക്കയെ വിശേഷിപ്പിച്ചത് അമേരിക്ക പേപ്പട്ടിയാണ് എന്നൊക്കെയാണ്. എന്തായാലും മകനെ സംരക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ നേതാവ്. താൻ കൊല്ലപ്പെടുമെന്ന് ഖമനേയി കണക്കുകൂട്ടുന്നുണ്ട്. ട്രംപ് കനിവ് കാണിച്ചാലും നെതന്യാഹു വെറുതെ വിട്ടാലും മൊസാദ് വെറുതെ വിടില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്രതലവനാണ് പരമോന്നത നേതാവ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന മതരാഷ്ട്രീയ അധികാര സ്ഥാനവുമാണിത്. പ്രസിഡന്റിനും മുകളിലാണ് ഇറാനിൽ പരമോന്നത നേതാവിന്റെ സ്ഥാനം. രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ പൊതുനയങ്ങൾ പരമോന്നത നേതാവാണ് തീരുമാനിക്കുന്നത്. ആഭ്യന്തര വിദേശ നയങ്ങളിൽ അന്തിമ വാക്കും ആയത്തുള്ളയുടേതാണ്. സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായ പരമോന്നത നേതാവ് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നു. സായുധ സേനയ്ക്ക് പുറമെ ജുഡീഷ്യൽ സംവിധാനം, ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവയെല്ലാം പരമോന്നത നേതാവിന്റെ കീഴിലാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡറെ നിയമിക്കാനും പിരിച്ചുവിടാനും പരമോന്നത നേതാവിനാണ് അധികാരമുള്ളത്. രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്ന ഗാർഡിയൻ കൗൺസിൽ ഉൾപ്പെടെ പ്രധാന സർക്കാർ സംവിധാനങ്ങളും പരമോന്നത നേതാവിന് കീഴിൽ തന്നെയാണ്. കൗൺസിൽ ഓഫ് ഗാർഡിയൻസിലെ 12 അംഗങ്ങളിൽ 6 പേരെയും പരമോന്നത നേതാവാണ് തെരഞ്ഞെടുക്കുന്നത്. പാർലമെന്റ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഏത് സ്ഥാനാർത്ഥികളെ പൊതുസ്ഥാനങ്ങളിലേക്ക് മത്സരിപ്പിക്കാൻ യോഗ്യരാണെന്ന് നിർണയിക്കുകയും ചെയ്യുന്നതും പരമോന്നത നേതാവ് തന്നെയാണ്. സർക്കാരിന്റെ വിവിധ മേഖലകളുടെ ഭാഗമായ ഏകദേശം 2000 പ്രതിനിധികൾ വഴിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൊത്തം ഇറാൻ തന്നെയാണ് ആയത്തുള്ള. ഇവിടേക്കൊരു പേര് നിർദ്ദേശിക്കണമെങ്കിൽ തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ അലി ഖമനേയി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരിക്കും. അവിടേക്ക് തന്റെ മകൻ തന്നെ വരണമെന്ന് അലി ഖമനേയി ആഗ്രഹിക്കുന്നുമുണ്ടാകാം. എന്നാൽ ശത്രുക്കളുടെ പോയിന്റ് ബ്ലാങ്കിലാണ്
ഈ പദവി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മകൻ ഒട്ടും സുരക്ഷിതനല്ല എന്ന് അലി ഖമനേയേക്കാൾ മറ്റാർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മകനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത്. മുജ്തബ ഖമനേയും പരമോന്നതന്റെ കസേര നോട്ടമിടുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് പിതാവിനെ ചുറ്റിപ്പറ്റി നിന്നതും. എന്നാൽ തല പോകുമെന്ന ഭീതിയിൽ ഇപ്പോൾ ഉൾവലിയുകയാണ് മുജ്തബ. അലി ഖമനേയിയുടെ 6 മക്കളിൽ രണ്ടാമനാണ് 55-കാരനായ മുജ്തബ ഖമേനി. 1969 മഷ്ഹദിലാണ് മുജ്തബയുടെ ജനനം. ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ചേർന്നു. കുറെ നാൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. IRGCയുടെ ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായിരുന്നു മുജ്തബ. ഇറാന്റെ സുപ്രധാന സുരക്ഷാ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഈ ബറ്റാലിയനാണ്. സൈനിക സേവനത്തിന് ശേഷമാണ് മുജ്തബ മതപഠനം ആരംഭിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുജ്തബ പരോക്ഷമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയിരുന്നു. ഇറാൻ സർക്കാരിൽ പദവികളോ മതപരമായ പ്രധാന സ്ഥാനങ്ങളോ വഹിക്കുന്നില്ലെങ്കിലും ഖമേനിയുടെ ഓഫീസിൽ വലിയ സ്വാധീനം മുജ്തബയ്ക്കുണ്ട്. പൊതുവേദികളിൽ അപൂർവമായി മാത്രമേ കാണാറുള്ളൂവെങ്കിലും കഴിഞ്ഞ 2 വർഷമായി മുജ്തബ ഖമേനി ഇറാന്റെ ഭരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതായത് അടുത്ത പരമോന്നതനാകാനുള്ള എല്ലാ നീക്കവും മുജ്തബ നടത്തിയിരുന്നു. 2021 മുജ്തബയ്ക്ക് ആയത്തുള്ള പദവി ലഭിക്കുന്നത്. 2022 മഹസ അമനിയുടെ മരണത്തെ തുടർന്ന് നടന്ന ഹിജാബ് പ്രക്ഷോഭത്തെ തകർത്തതിന് പിന്നിൽ മുജ്തബയുടെ കൈകളുണ്ട് എന്നാണ് സൂചനകൾ. അതായത് ജനങ്ങളുടെ പ്രതിഷേധത്തെ ഇറാൻ സേനയെ ഉപയോഗിച്ച് അടിച്ചമർത്തി. ജനങ്ങൾക്ക് അലി ഖമനേയിയെയും കണ്ടുകൂടാ, അദ്ദേഹത്തിന്റെ മകൻ മുജ്തബയെയും കണ്ടുകൂടാ. മുജ്തബ അടുത്ത പരമോന്നത നേതാവാകുന്നതിനെ ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ എതിർക്കുന്നുണ്ട്. കാരണം ഇബ്രാഹിം റൈസിയുടെയും അലി ഖമനേയിയുടെയും ഒക്കെ പാത പിന്തുടരുന്ന ആളാണ് മുജ്തബ. ജനങ്ങളെ അടിച്ചമർത്തുകയും മതം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ആൾ തന്നെയാണ് മുജ്തബ. അതുകൊണ്ട് തന്നെ മുജ്തബയെ തൂത്തെറിയും ഇറാനിലെ ജനങ്ങൾ. എന്നാൽ ഇപ്പോൾ ഖമനേയി തന്നെ ഇട്ട പട്ടികയിൽ സ്വന്തം മകന്റെ പേര് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് അമേരിക്ക എന്ന ഭയമാണ്. ശക്തമായ രീതിയിൽ അമേരിക്ക രംഗത്ത് വന്നതോടെ ഇറാൻ ഭയക്കുന്നുണ്ട്. ഇറാന്റെ ഉന്നത സൈനിക നേതാക്കളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്രയേൽ തുടക്കമിട്ട യുദ്ധത്തിന് നാടകീയമായ ഒരു നീക്കത്തിലൂടെയാണ് അമേരിക്ക പ്രവേശനം നടത്തിയിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ നടപടിയുണ്ടായി മണിക്കൂറുകൾ പിന്നിട്ട ശേഷവും ഇതുവരെ US കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നീക്കങ്ങൾ നടത്തിയിട്ടില്ല. എന്നാൽ US ആക്രമണത്തിന് ശേഷവും ഇസ്രയേലിന് നേരെയുള്ള മിസൈൽ ആക്രമണം ഇറാൻ തുടർന്നു. അമേരിക്കയുടെ ഇടപെടലുണ്ടായാൽ തങ്ങളും രംഗത്തിറങ്ങുമെന്ന് ഹൂതികളും ഹിസ്ബുള്ളയും ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും നിലവിലുള്ള അവരുടെ ശേഷി വെല്ലുവിളിയില്ല എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. 9 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ സൈനിക ശേഷിക്ക് കാര്യമായ കോട്ടമുണ്ടാക്കാൻ സാധിച്ചുവെന്ന തിരിച്ചറിവിലാണ് അമേരിക്ക രംഗപ്രവേശം നടത്തിയിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും വിലയിരുത്തൽ. ഇനി 3 വഴികളാണ് ഇറാന് മുന്നിലുള്ളത് എന്ന് മേഖലയിലെ യുദ്ധവിദഗ്ധരും മറ്റും ഇപ്പോൾ പല ചർച്ചകളിലും വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യാക്രമണം നടത്താതെ നയതന്ത്ര വഴി തിരഞ്ഞെടുക്കുക എന്നതാണ് ഒന്നാമത്തെ വഴി. ഇത് US-ന്റെ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് ഇറാന് ഒഴിവാകാം. US-ഉമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാനും ഇതിലൂടെ കഴിഞ്ഞേക്കും. എന്നാൽ ഇറാൻ ഈ വഴി സ്വീകരിക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. ഒരു തരത്തിലുമുള്ള പ്രത്യാക്രമണവും നടത്താതിരിക്കുന്നത് ഇറാനിയൻ ഭരണകൂടത്തെ ദുർബലമായി കണക്കാക്കും. കീഴടങ്ങുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കേണ്ടിയും വരും. ജനങ്ങളിലുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെടും. ശക്തവും വേഗത്തിലുള്ള തിരിച്ചടിയുമാണ് രണ്ടാമത്തെ വഴി. ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ നിരവധി ആയുധങ്ങൾ ഉപയോഗിച്ചുവെങ്കിലും ഇറാനിൽ ഇപ്പോഴും കാര്യമായ അളവിൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. തങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ 20ഓളം അമേരിക്കൻ താവളങ്ങൾ പ്രത്യാക്രമണത്തിനായി ഇറാന്റെ റഡാറിലുണ്ട്. കൂടാതെ US പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുള്ള US നാവികസേന കപ്പലുകൾക്ക് നേരെയും ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് ആക്രമണം നടത്താനും ഇറാന് ശേഷിയുണ്ട്. B-2 ബോംബറുകളിൽ നിന്നുള്ള ആക്രമണം കൂടാതെ നാവിക അന്തർവാഹിനികൾ 30 TLAM ക്രൂയിസ് മിസൈലുകൾ നതാൻസിലും ഇസ്ഫഹാനിലും പ്രയോഗിച്ചു. ഈ സാഹചര്യത്തിൽ US കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണത്തിനുള്ള സാധ്യതയും കൂടുതലാണ്. ഇറാന്റെ മുന്നിലുള്ള മറ്റൊരു വഴി എന്നത് പിന്നീടുള്ള തിരിച്ചടിയാണ്.
US താവളങ്ങളും സജ്ജീകരണങ്ങളും ഇറാന്റെ പ്രത്യാക്രമണം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഘട്ടമാണിത്. നിലവിലെ സംഘർഷം അയയുന്നതുവരെ കാത്തിരുന്ന് US താവളങ്ങൾ പരമാവധി ജാഗ്രതയിലല്ലാതിരിക്കുമ്പോൾ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തുക എന്നതും ഇറാൻ പരിഗണിച്ചേക്കാമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.